വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ദൈവമക്കളിൽ നിന്ന് ദൈവം അഭിലഷിക്കുന്നത് എന്ത്, ദൈവമക്കളിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം ശാന്തമായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളടച്ച് വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം അങ്ങയുടെ തിരുവചനം പ്രഘോഷിക്കുവാൻ എളിയദാസനെയും ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരണമേ. ഹൃദയം തുറന്ന് വചനം ഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. ഈ ശുശ്രൂഷയുടെ തടസ്സം ആഗ്രഹിക്കുന്ന, തകർച്ചയെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടപൈശാചിക ശക്തികളെയും ഈശോയെ നിന്റെ തിരക്തം കൊണ്ട് നീ നിർവീര്യമാക്കണം. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾക്ക് ചുറ്റും നിന്റെ തിരക്തം ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ, സംരക്ഷണ കവചമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ദൈവജനത്തിൽ നിന്ന് ദൈവം എന്താഗ്രഹിക്കുന്നു എന്നതാണ്. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും
അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് പറയുന്നത്? ദേശത്ത് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ദേശത്ത് അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, ദേശത്ത് തിന്മയുടെ സ്വാധീന ശക്തികൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം എന്തു ചെയ്യണം? കാർഷിക മേഖല തകർന്നടിയുമ്പോൾ, ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ, രോഗപീഠകളാൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി അടിക്കടി അധപ്പതിക്കുമ്പോൾ, സാമ്പത്തിക ഭാരത്താൽ ഞെരുങ്ങുമ്പോൾ എന്തു ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് സോളമൻ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ സോളമനോട് ദൈവം പറഞ്ഞതാണ്, മഴയില്ലാതെ ആകാശം അടയ്ക്കപ്പെടുമ്പോൾ, ദേശത്ത് മഹാമാരികൾ വരുമ്പോൾ, കൃഷി നശിപ്പിക്കാനായി വെട്ടുകിളികൾ പെരുകുമ്പോൾ, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഇതാണ് ദൈവമായ കർത്താവ് ഓരോ ദൈവമക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, അവിടുന്ന് പറയുകയാണ്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അന്വേഷിക്കുവാനുള്ള മാർഗങ്ങളാക്കി അവൻ്റെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് ഞാൻ ഇടവരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് ഞാൻ ഇടവരുത്തുമെന്ന്. ദൈവം ഈ ലോകത്തെ ഒരിക്കലും ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ദൈവം അറിഞ്ഞു മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൂ. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി എന്താണ്? ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അന്വേഷിക്കുവാനായി അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ചില ചൂണ്ടുപലകകൾ ഇട്ടു തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 5 പേരിൽ ഒരാൾക്കെന്ന നിലയിൽ ക്യാൻസർ രോഗം പെരുകി വരികയാണ് കേരളത്തിൽ. 15 ദമ്പതിമാരിൽ ഒരാൾ മക്കളില്ലാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല, പ്രത്യേകിച്ച് കൃഷിക്കാരൻ്റെ നട്ടെല്ലൊടിഞ്ഞ അവസ്ഥയിലാണെന്ന്. കാർഷിക മേഖലയിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ലാതെ വിഷമിക്കുന്ന ഒരുപറ്റം കണ്ണീരിൽ കുതിർന്ന കർഷക മക്കളെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. എവിടെ തിരിഞ്ഞാലും അഴിമതിയും അക്രമവും തിന്മയുടെ വിളയാട്ടവുമാണ്. ഒന്നിനു പിറകെ ഒന്നായി പത്രത്താളുകളിൽ നാം മറിക്കുമ്പോൾ കാണുന്നത് എന്താണ്? അകാലത്തിൽ പൊലിഞ്ഞു വീഴുന്ന യുവജനങ്ങൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ അതിപ്രസരം, തെറ്റായ പ്രേമബന്ധങ്ങളുടെ, ലവ് ജിഹാദ് പോലുള്ള കുതന്ത്രങ്ങളുടെ കെണികളിൽപ്പെട്ട് വലയുന്ന നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിലെ മക്കള്, ഇങ്ങനെയുള്ള തിന്മയുടെ വിളയാട്ടം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, നാം എന്തു ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ നിങ്ങൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എപ്പോഴാണ് അന്വേഷിക്കേണ്ടത്? ദൈവത്തെ എപ്പോഴാണ് അന്വേഷിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അന്വേഷിക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അന്വേഷിക്കേണ്ടത് ആദ്യമാണ്. ദൈവത്തിന് ജീവിതത്തിൽ, കുടുംബത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിനും അനർത്ഥങ്ങളെ, അപകടങ്ങളെ, ആപത്തുകളെ, ദുരിതങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ നീ ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ കുറവ്. ദൈവത്തെ നീ അന്വേഷിക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടേണ്ടതിനാണ് നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ളൊരു സാഹചര്യം ദൈവമായ കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജെറൂസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ സോളമൻ രാജാവിനോട് അന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്തതാണ്, എൻ്റെ ജനത്തിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു? അവർ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ദേശത്തിനു വേണ്ടി എന്നെ അന്വേഷിക്കണം. അവരുടെ ദേശം മുഴുവൻ സമ്പുഷ്ടമാകേണ്ടതിനാണ് ഈ ആലയത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുതിയ ജെറൂസലേം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. സഭയാണ് പുതിയ ജെറൂസലേം, ഞാനും നിങ്ങളുമാണ്. നമ്മളെ ദൈവമായ കർത്താവ് മാമോദീസ ജലത്തിലൂടെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കി യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരായി ഈ ഭൂമിയിലേക്ക് തൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുമായി അയച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിലൂടെ ദൈവം ഈ ദേശത്തെ ഐശ്വര്യ സമ്പുഷ്ടമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യം ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. ജീവിതത്തിൻ്റെ നിരാശയുടെ കയത്തിൽ നിന്ന് കരം പിടിച്ച് കയറാൻ വേണ്ടി അവസാന കച്ചുത്തുരുമ്പായിട്ടല്ല ദൈവത്തെ കാണേണ്ടത്. പിന്നെയോ എന്നും കൂടെയുള്ള ഓരോ ശ്വാസോച്ഛ്വാസത്തിലും എൻ്റെ കൂടെ ആ സ്നേഹമായിട്ടുള്ള യേശുവിനെയാണ്, ദൈവത്തെയാണ് അന്വേഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു 70 വയസ്സ് പ്രായമായ അമ്മച്ചി ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയ്ക്കായിട്ട് പോയി. ചികിത്സയൊക്കെ കഴിഞ്ഞു, അമ്മച്ചിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ഒരു ബില്ല്. ഏതാണ്ട് 6 ദിവസത്തോളം അമ്മച്ചി ആശുപത്രിയിലുണ്ടായിരുന്നു. ഈ ബില്ല് കിട്ടിക്കഴിഞ്ഞപ്പം അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുകയാണ്. അപ്പോൾ ഡോക്ടർ വിചാരിച്ചു അമ്മച്ചിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ കുറവൊക്കെ ചെയ്ത് കൊടുത്തേക്കാം. അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി സാരമില്ല, വേണ്ട വിധത്തിൽ അഡ്മിനിസ്ട്രേറ്ററോട് പറഞ്ഞാൽ അത്യാവശ്യം കൺസെഷനൊക്കെ കിട്ടും. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അതും എൻ്റെ മക്കൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, പണത്തിന് കുറവൊന്നുമില്ല, അതുകൊണ്ടല്ല ഞാൻ കരഞ്ഞത്. 6 ദിവസം എൻ്റെ ജീവൻ പിടിച്ചു നിർത്തേണ്ടതിന് എൻ്റെ ഹൃദയത്തെ നിങ്ങൾ പരിചരിച്ച വകയിൽ നിങ്ങൾ എനിക്ക് 1.5 ലക്ഷം രൂപയിലധികം ബില്ലിട്ടു. എന്നാൽ കഴിഞ്ഞ 70 വർഷക്കാലം എൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയ ദൈവം എനിക്കിതുവരെയും 1 രൂപയുടെ പോലും ബില്ല് തന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരമ്മച്ചിയുടെ ചിന്ത ദൈവത്തിന് എത്രമാത്രം മഹത്വം കൊടുത്താലാണ് മതി വരുന്നത് എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന, കരുതലോടെ കാക്കുന്ന, നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ. ആ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? ആ ദൈവം നമുക്ക് ചെയ്തു തരുന്നതിനെല്ലാം ദൈവം ബില്ലിടുമായിരുന്നെങ്കിൽ എന്തു കൊടുത്താൽ മതിയാകുമായിരുന്നു. പക്ഷെ ദൈവം ബില്ലിടുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണമെന്ന് മാത്രമാണ്. ദൈവം ഓരോ നിമിഷവും പ്രിയപ്പെട്ട മക്കളെ നമ്മളെ പരിപാലിക്കുന്നതിന് മറുപടിയായി ദൈവം തരുന്ന ബില്ല് എന്താണെന്ന് അറിയാവോ? എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് കൂടെ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു. ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട്
വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും നമ്മളെ ചുറ്റുമുണ്ട്. അത് കേൾക്കുന്നവരാരുണ്ട്? അത് കേൾക്കാനുള്ള മനസ്സുള്ളവൻ ആരുണ്ട്? ആരൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്? ഇത് മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1000 കുഴലുകൾക്ക് മധ്യേ ഐശ്വര്യ കിടക്കുമ്പോഴല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. എല്ലാ വഴികളും അടയുമ്പോഴല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. രണ്ടാമത്തെ കാര്യം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഫരീസേയൻ നിന്നതുപോലെയല്ല, ചുങ്കക്കാരൻ നിന്ന പോലെ പ്രാർത്ഥിക്കണം. നാം ചെയ്തു കൂട്ടിയിട്ടുള്ള സുഹൃതങ്ങളുടെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ലിസ്റ്റ് നിരത്തിക്കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്നുള്ള മട്ടിൽ അഹങ്കരിക്കാതെ ദൈവത്തിന് മുമ്പിൽ വിനീതനാവുക, എളിമയോടുകൂടി പ്രാർത്ഥിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിന് 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ എളിമ വേണം. ഇതാ ഞാൻ കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരനെ പോലെ. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, ആര് നിന്റെ കൂടാരത്തിൽ വസിക്കും? കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദാവീദ് രാജാവിനെ പോലെ എളിമയോടെ പ്രാർത്ഥിക്കണം. എളിമയോടുകൂടി, വിനയത്തോടുകൂടി, എല്ലാം ദാനമാണെന്നുള്ള ബോധ്യത്തോടെ, എല്ലാം തന്നവനെ സ്തുതിച്ചാരാധിച്ച് അവന് മഹത്വം കരയറ്റുവാൻ തക്ക വിധത്തിൽ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെയും സ്നേഹത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് ആവർത്തിച്ച് ദൈവമഹത്വത്തിനായി ജീവിതത്തെ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരാത്മീയ പക്വത, ഒരാത്മീയ അഭിഷേകം, ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ്, ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് അവൻ വരുമ്പോഴാണ് ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ വളരെ വളരെ പ്രസക്തമാണ്. ദൈവത്തെ അന്വേഷിക്കണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വഴിയിലേക്ക്, ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരണം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. നോഹ കർത്താവിൻ്റെ മാർഗത്തിൽ ചരിച്ചവനാണെന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കാതെയുള്ള ദുർമാർഗങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്? ഒരുപക്ഷെ ദുശീലങ്ങളുടെ ബന്ധനങ്ങളുണ്ടാകാം, വിദ്വേഷവും വെറുപ്പും പകയും പ്രതികാര ചിന്തയും നിറഞ്ഞൊരു ജീവിതമായിരിക്കാം എൻ്റേത്. എൻ്റെ അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ, സ്വാർത്ഥതയുടെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കാനുണ്ടാവാം ഇനിയും. അത് തകർക്കാൻ തയ്യാറാകണം. ദുർമാർഗങ്ങൾ, പിശാചിന് സന്തോഷം കൊടുക്കുന്ന, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന മാർഗങ്ങൾ എന്തുമാകട്ടെ, അത് ഉപേക്ഷിക്കാൻ നീ തയ്യാറാകുമ്പോഴാണ് നിന്റെ പ്രാർത്ഥന ദൈവം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ധ്യാനിക്കുക, ഈ വചനത്തെ ധ്യാനിക്കുക. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അപ്പോൾ ദൈവം തരുന്ന വാഗ്ദാനമുണ്ട്: ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥന കേൾക്കും ഞാൻ, അവരുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും. അവരെ മാത്രമല്ല, അവരുടെ കുടുംബത്തെ മാത്രമല്ല, അവരുടെ ദേശത്തെ തന്നെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അഭിഷേകം സ്വന്തമാക്കേണ്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. ക്രിസ്തുവിൻ്റെ നാമം പേർന്നവൻ, ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ, അനുഗമിക്കുന്നവൻ, അല്ലാതെ ക്രിസ്തുവിന് ടാണിയടിക്കുന്നവനല്ല.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മുറിപ്പെടുത്തുന്നവനല്ല, മറിച്ച് ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ്. ഈ വചനം പ്രിയപ്പെട്ടവരെ നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ച് ഒന്ന് ധ്യാനിക്കാം. എവിടെ നിൽക്കുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. അതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഞാൻ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്, നല്ലത് തന്നെ. ഞാൻ ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ലത് തന്നെ. അതൊന്നും വേണ്ട എന്നല്ല. നിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളും നിന്റെ നേർച്ച കാഴ്ചകളും നിന്റെ സഭാ ശുശ്രൂഷകളുമൊക്കെ അഭിഷേകമായി അനുഗ്രഹമായി മാറുന്നത് ഈ കാര്യങ്ങളിൽ നിനക്കുള്ള മനോഭാവത്തെ ആശ്രയിച്ചാണ്. നീ ആദ്യം ദൈവത്തെ അന്വേഷിക്കണം. നിന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. നിന്റെ ദുർമാർഗങ്ങളിൽ നിന്ന് നീ പിന്തിരിയണം. അപ്പോൾ നിന്റെ കാഴ്ചകൾക്ക് അർത്ഥമുണ്ട്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് അഭിഷേകമുണ്ട്. നിന്റെ വഴികളിൽ നിന്നെ കാക്കാൻ ദൂതന്മാരുടെ സംരക്ഷണവുമായി കർത്താവ് കൂടെയുണ്ട്. നീ തൊടുന്നതെല്ലാം പൊന്നായി മാറും. നിന്റെ പ്രവൃത്തികളെല്ലാം അഭിഷേകമുള്ളതായി മാറും. ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. അതിനുള്ള അഭിഷേകത്തിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത്, നമ്മുടെ കുടുംബത്തെ വിട്ടുകൊടുത്ത്, നമ്മുടെ തലമുറകളെ വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്നിടങ്ങളിൽ തീക്ഷ്ണതയോടെ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അഭിഷേക പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കർത്താവായ ഈശോയെ, നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് പുത്രനെ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ധ്യാനിച്ച വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് ആദികളും വ്യാധികളും പെരുകുമ്പോൾ, അനർത്ഥങ്ങളും അപകടങ്ങളും തിന്മയുടെ വിളയാട്ടവും വർദ്ധിച്ചു വരുമ്പോൾ, നിന്റെ നാമം പേർന്ന ഞങ്ങൾ നിന്നെ അന്വേഷിക്കണം. അതും ആദ്യം അന്വേഷിക്കണം. അപ്പോൾ ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ നീ കാത്തു പരിപാലിച്ചു കൊള്ളുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നിന്റെ ദാനമാണ്. നീ തന്നതല്ലാതെ ഒന്നുമില്ല. ഞങ്ങളുടെ ഈ സ്വരവും ഞങ്ങൾ കരങ്ങൾ തുറന്നു പിടിച്ചിരിക്കുന്നതും എല്ലാം നിന്റെ ദാനമാണ്. ഓരോ ശ്വാസോച്ഛ്വാസവും നിന്റെ ദാനമാണ്. ദൈവമേ, നന്ദി പറയുന്നു. എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാനില്ല, ഒന്നിനെക്കുറിച്ചും അഭിമാനിക്കാൻ പോലും ഞങ്ങൾക്കാവില്ല. കർത്താവേ, ഞങ്ങൾ നിന്നിൽ അഭിമാനിക്കുന്നു. നീ ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് അഭിമാനിക്കുന്നു. ഞങ്ങളുടെ ദുർമാർഗങ്ങളിൽ പിന്തിരിയാൻ പശ്ചാത്താപത്തോടെ, അനുതാപ ചൈതന്യത്തോടെ നിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവേ, നീ ഞങ്ങളെ അഭിഷേകം ചെയ്യും. ഞങ്ങളുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യും. പൂർണ്ണമായും നിന്റെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. നാട്ടിലും വിദൂരത്തുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തലമുറകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യമായി സത്യമായും ജീവിക്കുന്ന ഈശോയുടെ അത്ഭുത ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ലൂക്കാ 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവരെല്ലാം സുഖപ്പെടുത്തിയിരുന്നു. ഈശോയെ, നിന്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, 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 ആരാധന. നിന്നെ അന്വേഷിക്കുവാൻ, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ, ദുർമാർഗ്ഗങ്ങളിൽ പിന്തിരിയുവാൻ കർത്താവെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിനാൽ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.